കാസർഗോഡ് വൻ MDMA വേട്ട. യുവതിയടക്കം 5 പേർ ആദൂർ പോലീസിന്റെ പിടിയിലായി. പട്ന സ്വദേശി അബ്ദുൾ റൌഫ്, ഷിറിബാഗിലു സ്വദേശി അബൂബക്കർ സിദ്ദിഖ്, അടുക്കുത്തുപയൽ സ്വദേശി അമീർ, മുഹമ്മദ് മുഖ്താസിം, അണങ്കൂർ സ്വദേശിനി ജാസ്മിൻ എന്നിവരാണ് ഹോം സ്റ്റേയിൽ നിന്നും പോലീസിന്റെ പിടിയിലായത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഈ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച്, റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച്, ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചൊക്കെ വലിയ രീതിയിലുള്ള ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട്. പോലീസും എക്സൈസും വ്യാപകമായി പരിശോധന നടത്തുന്നു. ഇത് ഈ പുതുവത്സര ആഘോഷത്തിന്റെ മറവിൽ അല്ലെങ്കിൽ അതിന്റെ പേരിൽ കൊണ്ടുവന്ന MDMA ആണോ, അതിന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA ആണോ യുവതി അടങ്ങുന്ന സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ടോമെ. ഇന്ന് പുതുവത്സരത്തിന്, പ്രത്യേകിച്ച് പുതുവത്സരത്തിന് വലിയ തോതിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉൾപ്പെടെ സംസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും അതുപോലെ തന്നെ എക്സൈസും സംയുക്തമായി വലിയ തോതിൽ പരിശോധന നടക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളിൽ, കാസർഗോഡ്, വയനാട് പോലുള്ള അതിർത്തി ജില്ലകളിൽ നമുക്കറിയാം കർണാടകയിൽ നിന്നും ഗോവയിൽ നിന്നും ഉൾപ്പെടെ വിദേശ മദ്യവും അതുപോലെ ഇത്തരത്തിൽ MDMA ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വ്യാപകമായാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ വലിയ തോതിൽ ഈ ഹോം സ്റ്റേ, റെസ്റ്റോറന്റ്, ഇത്തരം ഹോട്ടലുകളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ പരിശോധന നടക്കുന്നത്. അങ്ങനെ ഒരു പരിശോധന നടത്തിയതിൽ നിന്നാണ് ഒരു യുവതി ഉൾപ്പെടെ 5 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ വലിയ തോതിൽ മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്ന സംഘങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത്. സ്ഥിരമായി മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന സംഘമാണെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ 20ഓളം ഊടുവഴികളാണുള്ളത്. അതായത് ദേശീയ പാതയിലൂടെ കടന്നു വരാൻ തലപ്പാടിയിൽ ഒരു പരിശോധനയുണ്ട്. മറ്റ് ഒരിടങ്ങളിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശോധനാ സംവിധാനങ്ങളില്ല. അങ്ങനെ വലിയ തോതിൽ ഊടുവഴികളിലൂടെ വിദേശമദ്യം, പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നായാലും ഗോവയിൽ നിന്നായാലും വിദേശമദ്യം ഒക്കെ ഇത്തരത്തിൽ ഊടുവഴികളിലൂടെയാണ് കടത്തുന്നത്. അങ്ങനെ മയക്കുമരുന്ന് ഉൾപ്പെടെ ഗോവയിൽ നിന്ന് ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ വലിയ തോതിൽ എത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ശക്തമാക്കിയത്. ഇന്നും വലിയ തോതിൽ പരിശോധന നടക്കുന്നത്. ഇന്ന് അതീവ ജാഗ്രതയിൽ തന്നെയാണ് പോലീസും എക്സൈസും ഉള്ളത്. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുതുവത്സരം പൊടിപിടിക്കാൻ വലിയ തോതിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അത് ഉപഭോഗം കൂടിയതനുസരിച്ച് വിൽപ്പനക്ക് എത്തിക്കുന്ന സാധനത്തിന്റെ ക്വാണ്ടിറ്റിയും കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വലിയ ജാഗ്രതയിലുള്ളത്. അതിർത്തി വഴി അല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഊടുവഴികളിലൂടെ വലിയ തോതിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഈ പ്രധാനമായും ഹോം സ്റ്റേ, നമുക്കറിയാം അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച ബേക്കൽ കോട്ട ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. ഇതിന്റെ പരിസരത്തായി വലിയ തോതിൽ ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഹോം സ്റ്റേയിൽ ഒത്തുചേരുകയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഒരു പരിശോധനയാണ് ഇപ്പോൾ 5 പേർ, അത് ഒരു യുവതി ഉൾപ്പെടെയുണ്ട് എന്നതാണ്. ഉപയോഗത്തിന് വേണ്ടിയായിരുന്നോ MDMA ഹോം സ്റ്റേയിൽ എത്തിച്ചത്, അതോ ലഹരി ഇടപാടുകൾക്ക് വേണ്ടി, വിൽപ്പനയ്ക്ക് വേണ്ടിയായിരുന്നു എത്തിച്ചത്? മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം യുവതികളെ, പെൺകുട്ടികളെ ഉപയോഗിച്ചാണ് ലഹരി സംഘങ്ങളുടെ പല ഇടപാടുകളും. അതിർത്തി വഴി, കാസർഗോഡ് ജില്ല സംസ്ഥാന അതിർത്തിയാണ്. ഈ അതിർത്തി വഴിയുള്ള ലഹരി കടത്ത് അത് വ്യാപകമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങളുടെ മറവിൽ വ്യാപകമായി ലഹരി ഒഴുകിയിരുന്നു. നിരവധി സ്ത്രീകൾ, യുവതികളടങ്ങുന്ന സംഘത്തെയാണ് പിടികൂടിയത്. ഈയൊരു സംഘത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇതിനു മുൻപ് ഏതെങ്കിലും ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളാണോ പിടിയിലായത്? ടോമെ, ഈ സംഘം പ്രധാനമായും ലക്ഷ്യമിട്ടത് ഇന്ന് രാത്രി വലിയ തോതിലുള്ള ഒരു പാർട്ടി ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് നടത്താനായിരുന്നു. അങ്ങനെ ഒരുപാട് കസ്റ്റമർ ഇവർ റെഡിയാക്കി ഇത്തരത്തിൽ സാധനങ്ങൾ എത്തിച്ച് ഒരു പാർട്ടി നടത്തുക, അതായിരുന്നു ഇവരുടെ പ്രധാന ഉദ്ദേശം. അതാണ് പോലീസ് കൈയോടെ പൊക്കിയത്. ഈ സംഘത്തെ മുഴുവൻ പിടികൂടി ഈ MDMA ഉൾപ്പെടെ വസ്തുക്കളും പോലീസ് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇങ്ങനെ പല ഹോം സ്റ്റേകളിലും, ഒരുപക്ഷെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബേക്കൽ കോട്ടയുടെ ഒക്കെ പരിസരത്ത് പല ഹോം സ്റ്റേകളിലും ഇത്തരം പാർട്ടികൾ ഇന്ന് നടക്കാനുണ്ട്. ആ പാർട്ടികളെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്. അത്തരം കേന്ദ്രങ്ങളിലെല്ലാം പരിശോധന ഉണ്ടാകും. ഇന്ന് രാത്രി പ്രധാനമായും വാഹന പരിശോധന ഉണ്ടാവും. കാരണം പുതുവത്സരത്തോടനുബന്ധിച്ച് നമുക്കറിയാം ഇത്തരത്തിൽ മദ്യവും അതുപോലെ തന്നെ മയക്കുമരുന്നും വ്യാപകമായി എത്തുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് അതിർത്തി ജില്ലയായതുകൊണ്ട് കേരളത്തിലേക്ക് ഉൾപ്പെടെ എത്തുന്നത് കാസർഗോഡ് വഴിയാണ്. കണ്ണൂരായാലും കോഴിക്കോടായാലും കാസർഗോഡ് വഴിയാണ് കൂടുതലും എത്തുന്നത്. കാരണം ഗോവ നിന്നും ആണ് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് ഉൾപ്പെടെ വസ്തുക്കൾ എത്തുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ വാഹന പരിശോധന ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹോം സ്റ്റേകളെല്ലാം നിരീക്ഷണത്തിൽ
നിരീക്ഷണത്തിലാണ്. അത്തരം കേന്ദ്രങ്ങൾ, ഈ പുതുവത്സര പാർട്ടി നടക്കുന്ന കേന്ദ്രങ്ങളെല്ലാം പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണത്തിലാണ്. ഇന്ന് അങ്ങനെ ഉപയോഗം നടത്തുന്നവരും വിൽപ്പന നടത്തുന്നവരും പിടിവീഴും എന്ന് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ പറയുന്നത്. ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ഉള്ള ഒരു മേൽനോട്ടത്തിലാണ് ഇന്നത്തെ പരിശോധന നടക്കുന്നത്. നമുക്ക് പള്ളിക്കര ബീച്ചിൽ വലിയ തോതിലുള്ള ഒരു ഫെസ്റ്റ് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വേടനൊക്കെ എത്തിയ ഒരു സ്ഥലമാണ്. അവിടെ വലിയ തോതിലുള്ള പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസിന്റെ വലിയ ജാഗ്രത ഉണ്ടാകും. ഒപ്പം എക്സൈസും കൃത്യമായ പരിശോധന, അതിർത്തികളിലും പരമാവധി അതിർത്തി പരിശോധന ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഊടുവഴികൾ ഒരുപാടുണ്ട്. കേരളത്തിലേക്ക് എത്താൻ, കാസർഗോഡ് ജില്ല വഴി എത്താൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അത്തരം വഴികളും പരമാവധി നിരീക്ഷണത്തിലുണ്ടാവും. ഏറ്റവും പ്രധാനമായി ഹോം സ്റ്റേകളാണ്. അത്തരം ആളുകൾ കൂടുന്ന സ്ഥലങ്ങളെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. എന്നാലും ഈ സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, ഇവർക്ക് മറ്റ് കേസുകളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഇവർ ഇവിടെ എത്തിച്ചത്, മയക്കുമരുന്ന് എത്തിച്ചത് വലിയ തോതിലുള്ള ഒരു പാർട്ടി നടത്താനാണ് ഈ ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് എന്നാണ് പോലീസ് പറയുന്നത്. അതാണ് പോലീസ് കൃത്യമായി ഇടപെടുകയും ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഏതായാലും 5 പേരെ വ്യക്തമാണ്. കാസർഗോഡ് KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ പുതുവത്സരാഘോഷത്തിന്റെ മറവില് സംസ്ഥാനത്ത് ഈ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച്, റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട്, ലഹരി ഉപയോഗം നടക്കുന്നുണ്ട്. പോലീസ് അതുകൊണ്ട് തന്നെ കനത്ത നിരീക്ഷണത്തിലാണ്. പോലീസ് ഈ ലഹരി സംഘങ്ങളെ പൂട്ടാൻ പോലീസും എക്സൈസും വ്യാപകമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം.